ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സന്തോഷ വാർത്ത പറയാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം ആയിട്ടുണ്ട്, ഒരു 4-5 ദിവസം ആയിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അതിൻ്റെ ഒരു പറയാൻ പറ്റിയൊരു ഇതിലായിരുന്നില്ല. മോനിക്ക് വയ്യാതൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അതാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമായിരുന്നു. നമ്മളൊരു നല്ലൊരു കാര്യം പറയുമ്പോൾ നമ്മൾ സന്തോഷത്തിലായിരിക്കണ്ടേ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇത്രയും ദിവസം എടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് 2 വാക്ക് പറയണമെന്ന് കരുതി കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏതൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും അത്രയും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാണ് ചാനൽ മോണിറ്റൈസേഷൻ ആവുക, അതിന്ന് ഇൻകം കിട്ടുക എന്നൊക്കെ ഉള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്നാവുക എന്നുള്ള രീതിയിൽ എപ്പോഴും ഈ വാച്ച് ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ഒരാളായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ അവസാനം നമ്മുടെ ഇതിങ്ങനെ ആകാരമായപ്പോൾ ഞാൻ ഒരു യൂട്യൂബിൽ തന്നെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരാളായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ സംശയങ്ങളൊക്കെ ചോദിക്കുകയോ ചെയ്തിരുന്നു. അപ്പോഴൊക്കെ ഇങ്ങനെ മറുപടി അവർ പിന്നെ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ആളാണ് കേട്ടോ. മോണിറ്റൈസേഷൻ നമ്മുടെ ചാനലിൽ ചെയ്ത് കൊടുക്കുന്ന ആളാണ്. നമുക്ക് യൂട്യൂബിൽ തുറന്നു നോക്കിയാൽ കാരണം ഒരുപാട് പേരങ്ങനെ ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരാളായിട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു സംഭവമാണ് മോണിറ്റൈസേഷൻ ആവുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്താൽ ശരിയാവോ അല്ലെങ്കിൽ തെറ്റാവോ, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് നല്ലത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ എന്താ ചെയ്യുക, അല്ലെങ്കിൽ അതിന് നല്ലത് ഇങ്ങനെ ആരെങ്കിലും ഏൽപ്പിക്കലാവും എന്നൊക്കെ അല്ലേ നമ്മളും കരുതുക. അപ്പോൾ അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഏൽപ്പിക്കും ചെയ്യാമെന്നൊക്കെ കരുതിയിട്ടാണ് ഞാനും കോണ്ടാക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അവരോട് ഇങ്ങനെ എൻ്റെയിലും ഇങ്ങനെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ വാച്ച് ടൈം കാണിക്കാതായി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ വാച്ച് ടൈം കാണിക്കുന്നില്ല, എൻ്റെ ചില വാച്ച് ടൈം കംപ്ലീറ്റ് ആവാൻ 4000 വാച്ച് ടൈം ആവാനായിട്ടുണ്ട്, പക്ഷെ എൻ്റെ കാണുന്നില്ല അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് കറക്റ്റ് മറുപടി ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ആക്കിയപ്പോൾ അവർ പറഞ്ഞു അപ്ലൈ കൊടുക്കും, മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നു, അപ്ലൈ കൊടുത്തു നോക്കുന്നൊക്കെ പറഞ്ഞു, അറിയുന്നുണ്ടെങ്കിൽ അപ്ലൈ കൊടുക്കുമാറ്. അപ്പോൾ ഞാനത് കൊടുത്തിട്ടൊന്നും എൻ്റെ ശരിയാവുന്നില്ല. അപ്പോൾ ഈ അപ്ലൈനോൻ്റെ അതിൻ്റെ അടിയിലായിട്ട് കാണിക്കും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്, അത് കഴിഞ്ഞാലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതിലും ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ളതിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് കുറേ ചെയ്ത് നോക്കുക ചെയ്തു. നമുക്ക് സിമ്പിളാണ്, നമ്മളതിൽ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ എന്താണെങ്കിലും അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ചെയ്തപ്പോഴൊന്നും എൻ്റെ പിന്നെ ഈ അപ്ലൈനോ എന്നുള്ള ബട്ടൺമേ നിൽക്കാൻ പറ്റുന്നില്ല. അതിപ്പോഴും നിൽക്കാൻ പറ്റാത്ത പോലെ തന്നെയാണ്. എന്തായിട്ട് നിൽക്കുന്ന പറയാം, എനാബിൾ അല്ലാതെ നിൽക്കേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നിൽക്കേണ്ടിയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുറേ നോക്കിയിട്ടോ, പിന്നെ എനിക്ക് തോന്നി ഇതൊക്കെ പറ്റണ സംഭവമല്ല, നമുക്കിപ്പോൾ പറ്റൂല എന്നൊക്കെ കരുതിയിട്ട് കുറേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും എന്നുള്ള രീതിയിൽ പിറ്റേ ദിവസവും ഒക്കെ നോക്കി, എന്നിട്ടൊന്നും ശരിയാവാത്ത കാരണം കൊണ്ട് ഞാൻ അവരോട് ഇങ്ങനെ ചെയ്ത് തരുന്ന ആളല്ലേ, അപ്പോൾ നിങ്ങൾ ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് എമൗണ്ട് ആവുക എന്ന് ഞാൻ ചോദിച്ചിട്ടോ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമല്ലേ. അപ്പം നമ്മളാണെങ്കിൽ ചെയ്യാൻ നോക്കിയിട്ട് ആകുന്നുമില്ല. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഫോണിൽ അങ്ങനെ അറിയുന്ന ആളൊന്നുമല്ല, അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ അറിയാം. നമുക്ക് സാധാരണ യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അറിയാമെന്നല്ലാതെ വേറെ നമ്മൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്നും അറിയൊന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ കുറേ നോക്കി. അപ്പോൾ പിന്നെ വെയ്ക്കാത്ത കറിഞ്ഞ് എന്തായാലും മിസ്റ്റേക്ക് പറ്റണ്ടെന്നുള്ള രീതിയിൽ ഇപ്പം എന്തായാലും ഒരു 300-400 ആ ഒരു റേഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് കേട്ടോ ഞാൻ കരുതിയത്. പക്ഷേ എമൗണ്ട് ചോദിച്ചപ്പോഴാണ് മോണിറ്റൈസേഷൻ ഫുൾ വർക്ക് 5000, പിന്നെ എന്തൊക്കെയൊന്ന് ചെക്ക് ചെയ്യാനുള്ളതിന് അങ്ങനെ ഇങ്ങനെയായിട്ട് 3000-2000, പിന്നെ വെറുതെ ഒന്ന് നമ്മുടെ ചാനൽ കയറിയിട്ട് ചെക്ക് ചെയ്യാൻ 500 രൂപ ലാസ്റ്റ് എമൗണ്ട് അത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ചെക്ക് ചെയ്താലും മോണിറ്റൈസേഷൻ വർക്കൊന്നും അവർ ചെയ്തു തരില്ല, വെറുതെ ചെക്ക് ചെയ്യാനാണ് 500 രൂപ. അപ്പോൾ അങ്ങനെയൊക്കെ മോണിറ്റൈസേഷൻ ഫുൾ വർക്ക് 5000 എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. കാരണം നമുക്കിതൊന്ന് മോണിറ്റൈസേഷൻ ആയിട്ടാണ് നമുക്കിതൊന്ന് ഏണിങ്സ് കിട്ടാൻ തുടങ്ങുള്ളൂ, ഓരോന്ന് ഡോളർ കയറാൻ തുടങ്ങുള്ളൂ. ഇപ്പോൾ 1 കൊല്ലത്തോളം എടുത്തിട്ടാണ് നമ്മുടെ മോണിറ്റൈസേഷൻ തന്നെ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് എത്ര കിട്ടുക, ആരും ഇപ്പം അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് പറയില്ലല്ലോ എത്ര രൂപ കിട്ടും ഫസ്റ്റ്. പക്ഷെ നമുക്ക് എത്രയാണ് കിട്ടുക, എല്ലാവർക്കും ഒരുപോലെ ആവില്ല എത്ര കിട്ടുക. പിന്നെ അത്രയും ചെറിയ ചാനലല്ല നമ്മുടെ, അത്രയും വ്യൂസും കാര്യങ്ങളൊന്നും പോകുന്ന ചാനലും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കത് അതിനുള്ളത് കിട്ടണ്ടേ. ഇത് കിട്ടുമോ എന്താ ഒന്നും അറിയില്ല. അപ്പം 5000 കേട്ടപ്പോൾ തന്നെ ഞാൻ പിന്നെ പറഞ്ഞു ഞാൻ നോക്കി നോക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനിതുമ്പോൾ കുറേ എനിക്ക് ആകെ ടെൻഷനായിട്ടോ, എനിക്ക് പറ്റുന്നില്ല. പിന്നെ 5000 കൊടുക്കാമെന്ന് പറയുമ്പോഴും അത് നമുക്ക് വലിയൊരു എമൗണ്ട് തന്നെയല്ലേ.
അപ്പോൾ അങ്ങനെ കുറേ ടെൻഷൻ അടിച്ചിട്ട് കുറേ നേരം ഞാൻ അങ്ങനെ ഇങ്ങനെയും അവസാനം ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞു കേട്ടോ, ഇതൊന്ന് വന്ന് ശരിയാക്കട. കാരണം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമുക്ക് മോണിറ്റൈസേഷൻ ആവുള്ളൂ. അത് ആയതിന് ശേഷമാണ് നമുക്കിത് ഡോളർ കയറാൻ തുടങ്ങുള്ളൂ. അപ്പം നമ്മളിത് പിന്നെയും അത് ചെയ്യാൻ വഴുകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടാനും വഴുകൂലേ. കാരണം എൻ്റെ അപ്പോൾ ആ ഒരു സമയത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു വീഡിയോ കുറച്ചൊരു 1 ലാഖിൻ്റെ മുകളിൽ വ്യൂസ് പോയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും നമുക്ക് കിട്ടൂല. ഇനിയുള്ളതാണ് ഈ മോണിറ്റൈസേഷൻ ശേഷം കയറുന്ന ഇതിനാണ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെയും കയറി വ്യൂസിനൊന്നും നമുക്ക് എമൗണ്ടും കാര്യങ്ങളൊന്നും കിട്ടൂല. അപ്പോൾ അത് കുറച്ചിങ്ങനെ കയറി വരുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് പിന്നെ നമുക്കൊരു വീഡിയോ അത്രയും നമുക്ക് റീച്ച് പോകുമെന്ന് പറയാൻ പറ്റൂല. ഇതുവരെ പോയിട്ടുമില്ല നമ്മുടെ വീഡിയോസൊന്നും. അപ്പോൾ ആദ്യമായിട്ട് അത്രയും പോയൊരു വീഡിയോയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ കാലിച്ചിട്ട് കുറേ ഇതാക്കി. അപ്പോൾ അവൻ പിന്നെ ഫോണിൽ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കുറേ നോക്കിയപ്പോൾ ശരി തന്നെയാണല്ലോ, പിന്നെ എന്തത് ഇതാവാത്തതെന്നൊക്കെ ചോദിച്ച് പിന്നെ ഇങ്ങനെ എന്തൊക്കെയോ അതും നെക്കി അവസാനം മനസ്സിലായി. ഞാനും നമ്മുടെ ഒക്കെ മെയിൽ ഐ ഡി എന്ന് പറയുമ്പോൾ 2-3 മെയിൽ ഐ ഡീസൊക്കെ നമ്മുടെ ഫോണിലുണ്ടാവും. അപ്പോൾ എൻ്റെന്ന് പറയുമ്പോൾ ഷെയർ ബീൻസിന്ന് ഞാൻ ആദ്യം ഉണ്ടാക്കിയൊരു മെയിൽ ഐ ഡി ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ ഒരു എച്ച് ബാൻ ഷോപ്പ് ഇൻസ്റ്റയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. എച്ച് ബാൻ ഷോപ്പ് പറഞ്ഞിട്ട് എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് അല്ലാതെ വേറെ ഉണ്ടാക്കിയതാണ്, ബിസിനസ് അക്കൗണ്ട് ആക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഒരു അക്കൗണ്ടിലാണ് നമ്മൾ കയറിയിട്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനിൽ മെയിൽ ഐ ഡി കൊടുക്കേണ്ടത് അതാണ് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മളിപ്പോൾ വേറെയുള്ള ആപ്പിലൊക്കെ കൊടുക്കുന്ന പോലെ ഷെയർ ബിൻസ് തന്നെ ഞാൻ കൊടുത്തു പോവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവാതിരുന്നത്. അപ്പോൾ അവസാനം എച്ച് വൻ ഷോപ്പിൻ്റെ കാക്കി അവൻ ചോദിച്ചോട്ടെ എന്നോട്, എൻ്റെ മെയിൽ ഐ ഡിയിൽ തന്നെയാണ് കയറിക്കണമെന്നുള്ളത് ചോദിച്ചപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ എന്നിട്ട് മാറ്റിയത്. പക്ഷെ അതൊരു ചെറിയൊരു പ്രശ്നമായിരുന്നു കേട്ടോ. അത് കാരണം കൊണ്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒക്കെ പെട്ടെന്ന് ഒക്കെ ശരിയായിട്ടോ. നമ്മളതൊക്കെ അതേപോലെ തന്നെ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അത് ഒക്കെ അപ്ലൈ ചെയ്ത് നമുക്കതിൽ എന്തൊക്കെ ഏതാളുള്ളത് നമുക്കപ്പോൾ അങ്ങനെ വരുമ്പോൾ അറിയാമല്ലോ എന്തായാലും അവിടെ പൂരിപ്പിക്കാനുള്ളത്. അങ്ങനെ പൂരിപ്പിച്ച് കൊടുത്താൽ സെക്കൻഡ് സ്റ്റെപ്പും തേർഡ് സ്റ്റെപ്പൊക്കെ യൂട്യൂബിൻ്റെ വക ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് പ്രോസസ്സ് എന്നുള്ളത് കണ്ടപ്പോൾ തന്നെ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ശരിയായി എന്നുള്ളതിലായിരുന്നു. പിന്നെ ഇതിങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പ് എപ്പോഴാണ് ആവുക എന്നുള്ളതിൽ ഇങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ 2 സ്റ്റെപ്പും അന്ന് തന്നെ 2 സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പും അന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ തേർഡിൻ്റെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു മാസത്തോളം എടുക്കും എന്നുള്ളത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയും ഒരു ഇതായിട്ടോ, ഇനി മോണിറ്റൈസേഷൻ ആവാൻ 1 മാസം. ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ അത്രയും പ്രതീക്ഷയിലിരിക്കുന്നത് ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു വീഡിയോ അത്രയും റീച്ച് പോയി. അപ്പോൾ ആ ഒരു ഇതാണ് എൻ്റെ ആകെയുള്ള പ്രതീക്ഷ. അതിന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടും എന്നുള്ളതിൽ. വേറെ ലൈനൊക്കെ നമുക്ക് വ്യൂസ് കുറവാണല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെ എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ തേർഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയോ എന്നുള്ളത്. പക്ഷെ അത് പെട്ടെന്ന് തന്നെ ആയിട്ടോ. അത് പിറ്റേ ദിവസമായിട്ട് ആ തേർഡ് സ്റ്റെപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യത്തിനാണ് അവർ 5000. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ചാനലിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും കോപ്പി റൈറ്റും കാര്യങ്ങളും അങ്ങനത്തെ ഇതൊന്നും ഉണ്ട്. നമ്മുടെ ഓൺ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വേറെ ഒന്നൊന്നും ഇപ്പോൾ ഒരു തംബ്നെയിലിനാണെങ്കിൽ പോലും ഞാൻ വേറൊരു ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാറില്ല. ഞാൻ എൻ്റെ പിക്ചേഴ്സും ഞാൻ ഉണ്ടാക്കിയ സാധനത്തിൻ്റെ പിക്ചേഴ്സും അങ്ങനെയൊക്കെ തന്നെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പ്രശ്നമില്ലാതെ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഈ പറയണ പോലെ തന്നെ ഞാൻ കരുതി നമ്മളിപ്പോൾ നമുക്കൊന്നും അറിയാത്തവരൊക്കെ അധികം നമ്മളിങ്ങനെ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് വേറുള്ളവരടുത്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മളിത് എന്തോ വലിയൊരു സംഭവമാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ 5000 ഇനി കുഴപ്പം എങ്ങനെയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്താ വിചാരിക്കുക, അവർക്ക് കൊടുത്ത കാരണം കൊണ്ടാണ് ഒരു പ്രശ്നമില്ലാതെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയതെന്നല്ലേ കരുതുള്ളൂ. അവർ കുറ്റം പറയില്ല. പക്ഷെ എന്നാലും ഇത്രയും എമൗണ്ട് എന്തിനാണ് അവർ വാങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ട് കേട്ടോ. കാരണം സിമ്പിളായി നമ്മൾ ആർക്കും ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളാണ് സ്റ്റെപ്സ് ഫുള്ള്. എന്നിട്ടും ഇത്രയും എമൗണ്ട് എന്തിനാണ് അവർ വാങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് ശരിയാവും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കുക, പേടിക്കാനുള്ളതൊന്നുമില്ല, നല്ല സിമ്പിളാണ്. എല്ലാവർക്കും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ശരിയാവണില്ല, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരാളായിട്ട് കോൺടാക്ട് ചെയ്തത്. അവരായിട്ട് മെസ്സേജ് അയക്കുമ്പോഴൊക്കെ അവർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്ത് നോക്കുക അതുകൊണ്ടാവുന്നൊന്നും പറഞ്ഞില്ല കേട്ടോ.
ഒരു ജസ്റ്റ് അത് നോക്കേണ്ടി വരും, നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെ നോക്കുക എന്നുള്ളത് ചോദിച്ചപ്പോൾ അത് യൂട്യൂബ് ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടി വരും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ പറയുമ്പോഴും നമ്മൾ പേടിക്കുമല്ലോ, നമുക്കറിയില്ല. അപ്പോൾ നമ്മളെന്തൊക്കെ ചെയ്യുക, യൂട്യൂബ് ടീമായിട്ട് കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാനിപ്പോൾ എന്താ കാട്ടൊക്കെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ ബിസിനസ്സാണ് ഇപ്പോൾ ഇത് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അവരിപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും. പക്ഷെ അവർ യൂട്യൂബിലൊക്കെ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു തരാം, അങ്ങനെ ചെയ്താൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു രീതിയിലാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ അവർ നമുക്ക് നല്ലൊരു രീതിയിലുള്ള റെസ്പോൺസും കാര്യങ്ങളും തന്നിട്ടില്ല കേട്ടോ. അവരുടെ ഇത് പോകണ്ടെന്ന് കരുതിയിട്ടാവും. പക്ഷെ എന്തായാലും അവസാനം എങ്ങനെയായാലും ശരിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന പോലെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതാണ് പിന്നെ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.